ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് കാർപ്പറ്റ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാർപ്പറ്റിനെ കുറിച്ച് ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ പറഞ്ഞിരുന്നു. കാർപ്പറ്റ് ആൻഡ് റഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ് കവറിങ് മെറ്റീരിയലാണ്. ഓക്കെ, സോഫ്റ്റ് ഫ്ലോർ കവറിങ് മെറ്റീരിയലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കാർപ്പറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സ്റ്റഡിയാണ്. ഇത് ബേസിക്കലി കമ്പോസ് ചെയ്തിട്ടുള്ള 3 ലെയേഴ്സായിട്ടാണ്. ഫസ്റ്റ് ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർലേ പാഡിങ്, സെക്കൻഡറി ബാക്കിങ്, പൈൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയർ. പൈൽ ലെയറാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മുകളിൽ കണ്ടുവരുന്ന ഒരു ലെയറായിട്ട് പറയണത്. ഓക്കെ, പൈൽ ലെയറിൻ്റെ അടിയിൽ വരുന്ന ലെയറാണ് സെക്കൻഡറി ബാക്കിങ്, അതിൻ്റെ അടിയിൽ വരുന്നതാണ് അണ്ടർലേ പാഡിങ് എന്നുള്ള ലെയർ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കാർപ്പറ്റിൻ്റെ ഫൈബേഴ്സ് തന്നെ 2 രീതിയിലുണ്ട്. ഇത് അണ്ടർലേ ആൻഡ് ബാക്കിംഗ് ആണ് നമ്മളെങ്ങനെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ബാക്കിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകു വശം. ഓക്കെ, അണ്ടർലേ പാഡിങ്ങും സെക്കൻഡറി ബാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇതാണ് നമ്മുടെ പൈലായിട്ട് വരുന്നത്. പൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാർപ്പറ്റ് വിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ വരുന്ന വശങ്ങളെയാണ് നമ്മൾ പൈൽ എന്ന് പറയുന്നത്. ആ മുകളിലുള്ള നമുക്ക് ആ കുഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സർഫസിന്, ഓക്കെ, അതിനെയാണ് നമ്മൾ പൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാർപ്പറ്റ് ഫൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിലുണ്ട്. ഒന്ന് നാച്ചുറൽ ഫൈബേഴ്സും ഉണ്ട്, ഒന്ന് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫൈബേഴ്സും ഉണ്ട്. ഓക്കെ, കാർപ്പറ്റ് ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഫൈബേഴ്സും ഉണ്ട്, ആർട്ടിഫിഷ്യലും ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ അത് സിന്തറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഫൈബേഴ്സായിട്ട് കണക്കൂട്ടുന്നത്. പക്ഷേ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാച്ചുറൽ ഫൈബേഴ്സിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷനാണ്. അപ്പോൾ നാച്ചുറൽ ഫൈബേഴ്സ് പലതരത്തിലുള്ള നാച്ചുറൽ ഫൈബേഴ്സ് ഉണ്ട്. വുള്ളൻ, കോയർ എന്ന് പറഞ്ഞാൽ കയറിനെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ കോട്ടൺ, ജൂട്ട്, സിസാൽ, അങ്ങനത്തെ പലതരത്തിലുള്ള മെറ്റീരിയൽസും നമ്മളുടെ നാച്ചുറൽ ഫൈബേഴ്സിൽ പെടുന്ന മെറ്റീരിയൽസാണ്. അപ്പോൾ അതിലാദ്യം വരുന്നതാണ് നമ്മളുടെ വുള്ളൻ ആയിട്ടുള്ള മെറ്റീരിയൽസ്. ഓക്കെ, അതിൻ്റെ മുകളിൽ കൊടുക്കുന്ന ആ പൈൽ മെറ്റീരിയലിനെയാണ് നമ്മൾ ഈ ഫൈബർ എന്നുള്ള രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, വുള്ളൻ ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫൈബർ. ഏറ്റവും കൂടുതൽ വില ഏറിയ ഒരു ഫൈബർ മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വുള്ളൻ ഫൈബേഴ്സാണ്. അതുപോലെ തന്നെ അതിന് എക്സലൻ്റ് ആയിട്ടുള്ള റെസിലിയൻ കപ്പാസിറ്റി ഉണ്ട്. നല്ല രീതിയിൽ കുഷൻ കപ്പാസിറ്റി പ്രൊവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഏറ്റവും കൂടുതലുള്ള ഒരു മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വുള്ളൻ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അതേപോലെ തന്നെ അതിനെ അബ്സോർബ് ചെയ്യാൻ, കളറിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. വുള്ളൻ ആയാൽ തന്നെ നിങ്ങൾക്കറിയാം, എന്ത് പൊടിയായാലും എന്തൊരു മെറ്റീരിയൽ അതിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അതിന് അബ്സോർബിങ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. അതേപോലെ തന്നെ വേറൊരു പ്രോപ്പർട്ടി ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് ഈസിലി ക്ലീനബിളാണ്, മെയിൻറ്റെയിൻ ചെയ്യാൻ സൗകര്യമാണ്. ഉള്ളനായിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യണതെങ്കിൽ, കാർപ്പറ്റ് ഫൈബറായിട്ട് യൂസ് ചെയ്യണതെങ്കിൽ അതിനെ ഈസിലി ക്ലീൻ ചെയ്യാനും പറ്റും, നല്ല മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് സൗകര്യമാണ്. അതേപോലെ തന്നെ അതൊരു റിച്ച് ലുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വുള്ളൻ ഫൈബേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫീലിംഗ് കുറച്ചും കൂടി എന്താ പറയുക, എസ്തറ്റിക്കലി റിച്ച് ലുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നമ്മളുടെ വുള്ളൻ ആയിട്ടുള്ള മെറ്റീരിയൽ. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് പറയുന്ന ഒരു മെറ്റീരിയലാണ് ജൂട്ട്. ഓക്കെ, ജൂട്ട് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള ഫൈബേഴ്സാണ് രണ്ടാമതായിട്ട് പറയണത്. അത് ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു ബ്രിട്ടിലായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്, പ്ലാന്റ് ഫൈബറാണ് ഈ ഒരു ജൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇത് നമ്മൾ ബേസിക്കലി ഉപയോഗിക്കുന്നത് ലിനോലിയം ഫ്ലോറിങ്ങിലാണ്. ലിനോലിയം ഫ്ലോറിങ്ങിൻ്റെ ബാക്കിംഗ് ആയിട്ട് അതിൻ്റെ പുറകുവശത്ത് പറഞ്ഞാൽ എന്താ, അടിവശം, ആ അടിവശത്തിൽ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് ജൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ സോഫ്റ്റുമാണ്, സ്ലിപ്പറിയാണ്, അങ്ങനത്തെ കുറേ ഇതുണ്ട്. പിന്നെ അതേപോലെ തന്നെ പല കളർ റേഞ്ചിലും നമുക്ക് അവൈലബിൾ ആണ്. ഡേ ടു ഡേ ലൈഫിൽ പല കളർ റേഞ്ച് എന്ന് പറഞ്ഞാൽ ക്രീം കളർ മുതൽക്ക് ബ്രൗൺ കളർ വരെ എല്ലാ കളർ റേഞ്ചുകളിലും നമുക്ക് ഈ ഒരു മെറ്റീരിയൽ, ജൂട്ട് മെറ്റീരിയൽ അവൈലബിൾ ആണ്. ഏറ്റവും വലിയൊരു അടങ്ങിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ലിപ്പറിയാണ് ആ ഒരു മെറ്റീരിയലിൻ്റെ ഒരു എന്താ പറയുക, നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമ്മൾ മൂന്നാമതായിട്ട് പറയുന്ന മെറ്റീരിയലാണ് കോയർ എന്ന് പറഞ്ഞാൽ കയറാണ്, ചാക്ക് നൂല് വെച്ചിട്ട്. ഓക്കെ, അത് വെച്ചിട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ കാർപ്പറ്റ് കൺസ്ട്രക്ട് ചെയ്യുക. അത് ബേസിക്കലി ഒരു ഷോർട്ട് ഫൈബർ ആയിരിക്കും. ബേസിക്കലി നമ്മൾ ഉണ്ടാക്കുന്നത് കോക്കനട്ട് ഹസ്ക് വെച്ചിട്ടാണ്. നമ്മളെ എന്താ പറയുക, ചകിരിയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ബേസിക്കലി ഈ കയർ എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഡ്രൈ ചെയ്യും, ക്വിക്കായിട്ട് ഡ്രൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഏതിനുണ്ട്, കയർ മെറ്റീരിയലിനുണ്ട്. ഇത് നമ്മൾ ബേസിക്കലി ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റുകളിലൊക്കെയാണ് നമ്മളിത് ബേസിക്കലി ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ വീടുകളിൽ തന്നെ ഉണ്ടാവും
കയറിൻ്റെ മാറ്റുകളൊക്കെ. ഓക്കെ, ഇനി നാലാമതായിട്ട് വരുന്ന മെറ്റീരിയലാണ് കോട്ടൺ. കോട്ടൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതെന്താണ്, ഡ്യൂറബിലിറ്റി ഭയങ്കര കുറവാണ്. കമ്പയർ ടു അതർ ഫൈബേഴ്സ് അതിൻ്റെ ഡ്യൂറബിലിറ്റി വളരെ കുറവായിരിക്കും. പിന്നെ സോഫ്റ്റൊക്കെ തന്നെയാണ്, ഈസിലി കളർ ചെയ്യാൻ പറ്റും. ഇത് ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യണത് ഫ്ലാറ്റ് ആയിട്ടുള്ള റഗ്സിലൊക്കെയാണ്. ഫ്ലാറ്റായിട്ട് പോകാനായിട്ടുള്ള റഗ്സിലാണ് നമ്മൾ ബേസിക്കലി ഈ കോട്ടൺ ഫൈബേഴ്സ് യൂസ് ചെയ്യണത്. ഇനി അവസാനമായിട്ട് പറയേണ്ട നാച്ചുറൽ ഫൈബറാണ് സിസാൽ. ഇതും ഒരു നാച്ചുറൽ പ്ലാന്റ് ഫൈബറാണ്. ഒരു പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന ഒരു ഫൈബറാണ് ഈ സിസാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡ്യൂറബിളാണ്. പിന്നെന്താണ്, ഈസിലി അഫക്റ്റ് ചെയ്യും. എന്തിനെ അഫക്റ്റ് ചെയ്യും, നമ്മൾ എന്തെങ്കിലും സ്റ്റെയിൻ എന്തെങ്കിലും മെറ്റീരിയൽ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അഫക്റ്റ് ചെയ്യും. ഈ സിസാൽ പോലത്തെ മെറ്റീരിയൽസിനെ ഇത് അഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക്കലി പറയാൻ ഉദ്ദേശിച്ച ഒരു 5 ഫൈബേഴ്സ്. ഫസ്റ്റ് വൺ വുള്ളൻ ഫൈബേഴ്സാണ്, സെക്കൻഡ് വൺ ജൂട്ട്, തേർഡ് വൺ കൊയർ, ഫോർത്ത് വൺ കോട്ടൺ, ഫിഫ്ത്ത് വൺ സിസാൽ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് സിന്തറ്റിക് ഫൈബർ അത്ര ഇമ്പോർട്ടൻസ് കൂടിയ ടോപ്പിക്കല്ല. നമ്മൾ ഇനി പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ടോപ്പിക്കാണ് കാർപ്പറ്റ് കൺസ്ട്രക്ഷൻ. ഓക്കെ, പലതരത്തിലുള്ള കൺസ്ട്രക്ഷൻ ഉണ്ട്. ടഫ്റ്റഡ് കാർപ്പറ്റ് ഉണ്ട്, വോവൻ കാർപ്പറ്റ് ഉണ്ട്, ഫ്യൂഷൻ ബോണ്ടഡ് കാർപ്പറ്റ് ഉണ്ട്, പിന്നെ നീഡിൽ പഞ്ച്ഡ് കാർപ്പറ്റ്, ഹാൻഡ് മെയ്ഡ് കാർപ്പറ്റ്. ഇങ്ങനെ ഒരു 5 ടൈപ്പ് ഓഫ് കാർപ്പറ്റ് കൺസ്ട്രക്ഷൻ ഉണ്ട്. കൺസ്ട്രക്ഷൻ മെത്തേഡ്സ് ആണ് ഇവിടെ മെയിനായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടഫ്റ്റഡ് കാർപ്പറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബേസിക്കലി പലതരത്തിലുള്ള കാർപ്പറ്റ് പൈലുകളുണ്ട്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാലായിരിക്കും ഇത് പഠിക്കാൻ നമുക്ക് കുറച്ചും കൂടി സൗകര്യമായിട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ അതിനെക്കുറിച്ച് അതിൻ്റെ സ്ലൈഡൊന്ന് എടുത്തതിന് ശേഷം. ഓക്കെ, അപ്പോൾ പൈൽ എന്ന് പറഞ്ഞാൽ എന്താണ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ കാര്യമാണ്, ആ മുകളിലുള്ള സർഫസ്, ഒരു കാർപ്പറ്റ് വിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുള്ള ആ ഒരു സോഫ്റ്റ് സർഫസ് പറഞ്ഞ കാർപ്പറ്റ്, അതിനെയാണ് നമ്മൾ പൈൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പൈലിൻ്റെ ആ ഒരു കംഫർട്ടിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ പലതരത്തിലുള്ള കാർപ്പറ്റ് ടെക്സ്ചർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അത് ബേസിക്കലി പൈൽ കൺസ്ട്രക്ഷൻ, പൈൽ ഹൈറ്റ്, പിന്നെ ഏത് തരത്തിലാണ് ആ പൈലിനെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പലതരത്തിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു രീതി അനുസരിച്ചാണ് നമ്മൾ ബേസിക്കലി ഇത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇതിനെ 3 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ കട്ട് പൈലാണ്. ഓക്കെ, അവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനെയും കട്ട് ചെയ്യുക. മുകളിലത്തെ വശം ഇങ്ങനെ എന്താ പറയുക, ഒരു വടി പോലെ ഇങ്ങനെ നിൽക്കുന്ന രീതി, അതിനെയാണ് നമ്മൾ കട്ട് പൈൽ എന്ന് പറയുക. ഓക്കെ, എവറി യാൺ ലൂപ്പിന്, ഇപ്പം നമ്മൾ ഉള്ളനാണെങ്കിലും അല്ലെങ്കിൽ കൊയറാണെങ്കിലും അല്ലെങ്കിൽ ജൂട്ടാണെങ്കിലും എന്തൊരു മെറ്റീരിയൽ ആയിക്കോട്ടെ, അതിൻ്റെ ടോപ്പ് സർഫസിനെ കട്ട് ചെയ്തിട്ട് അതെങ്ങനെയായിട്ട് നിൽക്കും, ഒരു വടി പോലെ അങ്ങനെ നിൽക്കുന്ന ഒരു രീതിനെയാണ് നമ്മളെന്ത് പറയണത്, കട്ട് പൈൽ എന്ന് പറയുന്നത്. ഇത് ബേസിക്കലി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണത് ടഫ്റ്റഡ് വോവൻ കൺസ്ട്രക്ഷൻ രീതിയിലാണ്. ടഫ്റ്റഡ് വോവൻ നമ്മൾ കാർപ്പറ്റ് കൺസ്ട്രക്ഷൻ്റെ ഓരോ രീതികളാണ്. ഓക്കെ, അത് നമ്മൾ പറയും. ഇനി രണ്ടാമതായിട്ട് പറയുന്നത് ലൂപ്പ് പൈലാണ്. ലൂപ്പ് പൈൽ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ കട്ട് ചെയ്യണില്ല. ഈ പൈലുകളെ നമ്മൾ ആ ഒരു മെറ്റീരിയലിനെ കട്ട് ചെയ്തിട്ടല്ല, ഇതെന്താ ചെയ്യണത്, കൂട്ടി യോജിപ്പിക്കുക ചെയ്യണത്. ഒരു മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അതിനാണ്ട് മടക്കി വെക്കുക. ഓക്കെ, ആ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ, ഒരു ലൂപ്പ് പോലുള്ള ഒരു ഫോർമേഷൻ. അവിടെ അതിന് വേണമെങ്കിൽ വേറൊരു പേരും കൂടി പറയാൻ പറ്റും, അൺകട്ട് പൈൽ എന്ന രീതിയിലും പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏറ്റവും ഈസിലി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പൈലാണ് കട്ട് പൈൽ എന്ന് പറഞ്ഞാൽ. നമുക്കതിനെ പല പാറ്റേണിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവൈലബിൾ ആയിട്ടാണ്. ഓക്കെ, എന്താണ് അതിൻ്റെ ബേസിക്കായിട്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് ആ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. കട്ട് പൈലിൻ്റെ ഒരു സോഫ്റ്റ്നെസ് ഇതിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത് പ്രൊഡ്യൂസ് ചെയ്യണത് നമ്മൾ ബേസിക്കലി ടഫ്റ്റഡ് അല്ലെങ്കിൽ നിറ്റഡ് ടെക്നിക്ക് വെച്ചിട്ടാണ്. ടഫ്റ്റഡ് ഓർ നിറ്റഡ് ടെക്നിക്ക് വെച്ചിട്ടാണ് ഇത് നമ്മൾ ബേസിക്കലി പ്രൊഡ്യൂസ് ചെയ്യണത്. പിന്നെ മൂന്നാമതായിട്ട് വരുന്ന പൈലാണ് കോമ്പിനേഷൻ ഓഫ് കട്ട് ആൻഡ് അൺകട്ട് പൈൽ. ഇത് നമ്മൾ ബേസിക്കലി രണ്ടും കൂടി കോമ്പിനേഷൻ. ആദ്യത്തെ നമ്മളിങ്ങനെ പറഞ്ഞാൽ കട്ട് ചെയ്തിട്ടുള്ളതാണ്, മുകൾ വശം കട്ട് ചെയ്യുക, പൈലിൻ്റെ മുകൾ വശം. ഓക്കെ, അപ്പോൾ സോഫ്റ്റ്നെസ് ഉണ്ടാവും. രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കെട്ടുകയാണ്, കൂട്ടി യോജിപ്പിക്കുകയാണ്. ഓക്കെ, ഒരു ലൂപ്പ് പോലെ കെട്ടി വയ്ക്കുകയാണ്. ഈ ഒരു മൂന്നാമത്തെ പറഞ്ഞാൽ രണ്ടിൻ്റെയും കൂടി കോമ്പിനേഷനായിട്ട് വരുന്നൊരു എന്താണ് പൈലാണ് നമ്മൾ ബേസിക്കലി പറയുന്നത് കോമ്പിനേഷൻ ഓഫ് കട്ട് ആൻഡ് അൺകട്ട് പൈൽ. ഓക്കെ, അത് ബേസിക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടഫ്റ്റഡ് ആൻഡ് വോവൻ കൺസ്ട്രക്ഷൻ എന്ന രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കുക. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് കാർപ്പറ്റ് കൺസ്ട്രക്ഷൻ്റെ പലതരത്തിലുള്ള മെത്തേഡ്സാണ്. ഓക്കെ,
ഈ കാർപ്പറ്റ് കൺസ്ട്രക്ഷൻ നമ്മൾ ബേസിക്കലി 5 മെത്തേഡിലാണ് ചെയ്യണത്. ഇൻ ദിസ് കാർപ്പറ്റ് ടഫ്റ്റഡ് കാർപ്പറ്റ് മെത്തേഡ് ആകുമ്പോൾ പൈൽ യാർൺസ് ആർ ഇൻസേർട്ടഡ് ഇൻ ടു എ പ്രീവിയസ്ലി മെയ്ഡ് പ്രൈമറി ബാക്കിംഗ്. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് പ്രൈമറി ബാക്കിംഗ്, സെക്കൻഡറി ബാക്കിംഗ് എന്താണ്. ഈ ടഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുള്ളത് മുകളിലത്തെ പൈലാണ്. ഇതാണ് പൈലായിട്ട് വരുന്നത്. ഒരു കയർ പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് അത് മുകളിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടില്ലേ, അതാണ് നമ്മളെ പൈല്. അതിൻ്റെ അടിയിൽ കൊടുക്കണ നമ്മളെ വീടുകളിലൊക്കെ ചിലപ്പോൾ ഇരിക്കണ വശവും നമ്മൾ എംബ്രോയ്ഡറി പോലെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. വീട്ടിൽ വെറുതെ ഇരിക്കണ പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ അവരിങ്ങനെ ഓരോ മെറ്റീരിയൽസ് നമ്മളുടെ എന്താ പറയുക കുറേ തുണി മെറ്റീരിയൽസ് വേസ്റ്റായി കിടക്കുന്നുണ്ടാവും. അതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ തറയിലിടുന്ന എന്തെങ്കിലും ചവിട്ടിയോ അങ്ങനത്തെ പല മെറ്റീരിയൽ, അല്ലെങ്കിൽ നമ്മളുടെ സീറ്റിംഗ് ആയിട്ട് നമ്മളുടെ എന്താ പറയുക ഡൈനിങ് ടേബിളിൻ്റെ സീറ്റിംഗ് ആയിട്ടുള്ള ചെയറുകളുടെ അടിയിൽ നമ്മൾ ഇരിക്കണ വശത്ത് വെക്കണ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതൊക്കെ നമ്മൾ ബേസിക്കലി ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കാറ്. ഓക്കെ, ടഫ്റ്റ് പൈൽ യാർൺസ് ആർ ഇൻസേർട്ടഡ് ഇൻ ടു പ്രീവിയസ്ലി മെയ്ഡ് ഒരു പ്രൈമറി ബാക്കിങ്ങിൽ ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് അതിനെ സ്റ്റിച്ച് ചെയ്യും. പിന്നെ ഇതിൻ്റെ സ്റ്റെബിലിറ്റീന് വേണ്ടിയിട്ട് ഇതിനൊരു സെക്കൻഡറി ബാക്കിങ് കൂടി പ്രൊവൈഡ് ചെയ്യും. ഈ ബാക്കിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഇത് അടിവശത്തിൽ വരുന്ന ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ബാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡിൽ നമുക്ക് 2 തരത്തിലുള്ള ബാക്കിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യണത്. ഒന്ന് പ്രൈമറി ബാക്കിങ്ങും ഒന്ന് സെക്കൻഡറി ബാക്കിങ്ങും. ഓക്കെ, സ്റ്റെബിലിറ്റീന് വേണ്ടി മാത്രമാണ് നമ്മൾ സെക്കൻഡറി ബാക്കിങ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇനി രണ്ടാമത്തെ മെത്തേഡാണ് വോവൻ കാർപ്പറ്റ് മെത്തേഡ്. ഈ വോവൻ കാർപ്പറ്റ് മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സർഫസ് പൈലും അതേപോലെ തന്നെ ബാക്കിങ് അത് രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് ഇൻ്റർ വോവൻ അറ്റ് ദ സെയിം ടൈം ക്രിയേറ്റിംഗ് എ സിംഗിൾ ഫാബ്രിക്. ഓക്കെ, മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് കാണിക്കും, ഓരോ ലെയറും വേറെ വേറെ തന്നെ ആയിട്ട് എടുത്ത് കാണിക്കും. പക്ഷേ ഈ ഒരു വോവൻ കാർപ്പറ്റ് മെത്തേഡ് എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ അത് രണ്ടും കൂടി ഒരു ഇൻ്റർമിക്സർ പോലെ ഒരു സിംഗിൾ ഫാബ്രിക്കായിട്ട് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു കാർപ്പറ്റ് മെത്തേഡാണ്. ഓക്കെ, കാർപ്പറ്റ് കൺസ്ട്രക്ഷൻ രീതിയാണ് ഈ വോവൻ കാർപ്പറ്റ് എന്ന് പറയുന്നത്. ഇൻ ദിസ് സിംഗിൾ വോവൻ ഫാബ്രിക് ദ പൈൽസ് കനോട്ട് ബി ഈസിലി പുൾഡ് ഔട്ട്. മറ്റേന്ന് പറഞ്ഞാൽ പൈല് നമുക്ക് ഈസിലി എന്താ പറയുക പുറത്തേക്ക് എടുക്കാൻ പറ്റും. അത് വേറെ വേറെ ലെയർ ആയിട്ടാണ്. ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ചിട്ടുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, നമ്മളുടെ ബാക്കിങ്ങും അതേപോലെ തന്നെ പൈലും കൂടി രണ്ടും കൂടി ഒരുമിച്ച് എന്ത് ചെയ്യണത് ഒരു സിംഗിൾ ഫാബ്രിക്കായിട്ട് നമ്മൾ വരുത്തിക്കുകയാണ്. അതിനാണ് വോവൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായിട്ട് വരുന്ന മെത്തേഡാണ് ഫ്യൂഷൻ ബോണ്ടഡ് കാർപ്പറ്റ് മെത്തേഡ്. ഓക്കെ, ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഡ്ഹസീവ് വെച്ചിട്ട് ഓക്കെ ഒരു വിനൈലിൻ്റെ ബാക്കിംഗ് ഉണ്ടാവും. അടിവശം വിനൈലിൻ്റെ ബാക്കിംഗ് ആയിരിക്കും. അതിൽ ഒരു വിനൈലിൻ്റെ അഡ്ഹസീവ് വെച്ചിട്ട് ഒരു ലിക്വിഡായിട്ടുള്ള വിനൈൽ അഡ്ഹസീവ് വെച്ചിട്ട് കൂട്ടി യോജിപ്പിക്കുകയാണ്. അത് ബോണ്ടിങ് എന്ന രീതിയിൽ പറയണം. ഫ്യൂഷൻ ചെയ്തിട്ട് ബോണ്ട് ചെയ്യുക. എന്താണ് ഇപ്പോൾ ചാക്കുനൂലോ എന്തൊരു മെറ്റീരിയൽ ആയിക്കോട്ടെ അതിനെ ഫ്യൂസ് ചെയ്യിപ്പിക്കുകയാണ്. എവിടെ? ഈ ഒരു വിനൈൽ ബാക്കിങ്ങിലേക്ക്. എന്തുപയോഗിച്ചിട്ട്? വിനൈൽ അഡ്ഹസീവ് വെച്ചിട്ട്. ഓക്കെ, ഈ ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് ഫ്യൂഷൻ ബോണ്ടഡ് കാർപ്പറ്റ്. ഇതിൽ കൂടുതലായിട്ട് എക്സ്പ്ലനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടുതലായിട്ടൊന്നും വരുന്നില്ല. ഇനി നാലാമതായിട്ട് വരുന്ന മെത്തേഡാണ് നീഡിൽ പഞ്ച്ഡ് കാർപ്പറ്റ് മെത്തേഡ്. നീഡിൽ ഉപയോഗിച്ചിട്ട് പഞ്ചിങ് എന്ന രീതിയിൽ ചെയ്യണത്. ഷോർട്ട് ഫൈബേഴ്സാണ് നമ്മൾ ബേസിക്കലി ഇതിൽ ഉപയോഗിക്കാറ്. ഈ നീഡിൽ പഞ്ച്ഡ് കാർപ്പറ്റ് മെത്തേഡിൽ ഷോർട്ട് ഫൈബേഴ്സ് നമ്മൾ എന്താ ചെയ്യുക, ഡെൻസ് ചെയ്തിട്ട് പഞ്ച് ചെയ്യുകയാണ്. ബാക്കിങ്ങിലേക്ക് പഞ്ച് ചെയ്തിട്ട് ഈ പഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫൈബേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോളി പ്രൊപ്പിലീൻ ഫൈബേഴ്സാണ് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യണത്. ഓക്കെ, ഇത് ഇൻഡോറിനും അതേപോലെ തന്നെ ഔട്ട്ഡോർ കാർപ്പറ്റിനും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇനി അവസാനമായിട്ട് പറയണതാണ് ഹാൻഡ് മെയ്ഡ് കാർപ്പറ്റ്. ഇത് ബേസിക്കലി നമ്മൾ വീട്ടിൽ വീട്ടിൽ ചെയ്യണ റക്സൊക്കെയാണ്. ഈ റക്സിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ബേസിക്കലി ഉപയോഗിക്കുന്നത്. ഓക്കെ, നോട്ടഡ് ആൻഡ് ഹാൻഡ് ടഫ്റ്റഡ് പ്രൊഡ്യൂസ് ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് കട്ട് ഓർ ലൂപ്ഡ് പൈൽ. കട്ടായാലും ലൂപ്ഡ് പൈലായാലും അതിൻ്റെ പലതരത്തിലുള്ള രീതികളിൽ നമ്മൾ എന്താ ചെയ്യണത്, നോട്ട് ഉപയോഗിച്ചിട്ട്. നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, കെട്ട് വെച്ചിട്ട് കെട്ടി അങ്ങനെ വീട്ടിൽ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യണത്. സാധാരണയായിട്ട് നമ്മൾ വീടുകളിൽ ചെയ്യണ ഒരു മെത്തേഡാണ് ഹാൻഡ് മെയ്ഡ് കാർപ്പറ്റ് മെത്തേഡ്. ഇതൊക്കെ കാർപ്പറ്റ് കൺസ്ട്രക്ഷൻ്റെ ഓരോ രീതികളാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കുക. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്.